അങ്ങനെ അനുമോൾ പ്രതീക്ഷിച്ചത് തന്നെ നടന്നിരിക്കുന്നു. ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം ചോദിക്കുമോ എന്നുള്ള ടെൻഷനിലായിരുന്നു അനുമോൾ. അതുതന്നെ സംഭവിച്ചിരിക്കുന്നു. അനീഷ് പ്രപ്പോസ് ചെയ്ത കാര്യം ലാലേട്ടൻ ഇന്ന് അനുമോളോട് ചോദിച്ചിരിക്കുകയാണ്. അറിയാത്ത ഹൗസ്മേറ്റ്സ് പോലും ഇന്ന് അത് അറിഞ്ഞു കഴിഞ്ഞു. അനീഷും ലാലേട്ടനോട് തുറന്നു പറഞ്ഞു അങ്ങനെയൊരു ഫീലിങ്സ് തോന്നി, അതുകൊണ്ട് തന്നെയാണ് അനുമോളോട് പറഞ്ഞത് എന്ന്. ഇത് കേട്ടപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, ഗുരുവായൂർ അമ്പല നടയിലേക്ക് ഞാൻ വരേണ്ടി വരുമോ എന്ന്. അക്ബറും സാബുമാനുമെല്ലാം വളരെ അത്ഭുതത്തോടു കൂടിയായിരുന്നു അത് നോക്കിക്കണ്ടത്. അമ്പട കള്ള എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു അനീഷിനെ കളിയാക്കിക്കൊണ്ടിരുന്നത്. ലാലേട്ടൻ ഈ വിഷയം സംസാരിക്കുന്നതിന് മുന്നേ തന്നെ പറഞ്ഞിരുന്നത് എങ്കിലേ എന്നോട് പറ ഐ ലവ് യു എന്നുള്ള ഡയലോഗും പറഞ്ഞുകൊണ്ടായിരുന്നു. എന്നതിന് ശേഷം അനുമോളോട് ചോദിച്ചു എന്താണ് അനുമോളെ വിശേഷമെന്ന്. ഇത് കേട്ടപ്പോൾ തന്നെ അനുമോൾ പറഞ്ഞു നല്ല വിശേഷം ലാലേട്ടാ. ഇന്നലെ തൊട്ട് തന്നെ അനുമോളുടെ കിളി പോയി നിൽക്കുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വിവാഹാഭ്യർത്ഥനയല്ലേ വന്നിരിക്കുന്നത്. അനുമോൾ തന്നെ പലതവണ പറഞ്ഞു എത്രയോ നാൾക്ക് ശേഷമാണ് എന്നെ ഇങ്ങനെ ഒരാൾ പ്രപ്പോസ് ചെയ്യുന്നത്. പ്രപ്പോസ് ചെയ്യുന്നതെല്ലാം എനിക്ക് ഇഷ്ടമാണ്, അതൊന്നും അവരെ തെറ്റു പറയാൻ പറ്റില്ലല്ലോ എന്നായിരുന്നു അനുമോൾ പറഞ്ഞത്. എന്നാൽ അനുമോൾ റിജക്ട് ചെയ്തതിനു ശേഷം അനീഷ് കുറച്ച് ദേഷ്യത്തിലും വിഷമത്തിലുമെല്ലാം ആയിരുന്നു. എന്തായാലും അനുമോൾ പ്രതീക്ഷിച്ച ചോദ്യം തന്നെയാണ് ലാലേട്ടൻ ഇന്ന് വന്ന് ചോദിച്ചിരിക്കുന്നത്. അറിയാത്ത ഹൗസ്മേറ്റ്സും അറിഞ്ഞു. ഇത് മൊത്തം ഫ്ലാഷായി. ആദ്യം തന്നെ പ്രമോ വന്നപ്പോൾ തന്നെ അനുമോൾ നാണിച്ചു നിൽക്കുന്നതായിരുന്നു കണ്ടിരുന്നത്. അത് കണ്ടപ്പോൾ തന്നെ എല്ലാവരും അവരുടെ കല്യാണം വരെ തീരുമാനിച്ചു കഴിഞ്ഞു. നമുക്കൊരാളോട് പ്രണയം തോന്നിയിട്ട് അത് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. തിരിച്ച് അവർ യെസ് പറയണമെന്ന് നമ്മൾ ഒട്ടും വാശി പിടിക്കാനും പാടില്ല. അനീഷിൻ്റെ പ്രണയം എവിടെ വരെ പോകുമെന്നുള്ളത് ഇനി കണ്ടറിയാം. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.